നമ്മളന്ന് മലപ്പുറത്തേക്ക് പോവുകയാണ്. അവിടെ MSP സ്കൂളിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം നടക്കുന്നുണ്ട്. അധ്യാപികയുടെ കാർ സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ഇടിച്ച് പരിക്കേൽപ്പിച്ചു എന്നതാണ് പരാതി. വിദ്യാർത്ഥിനിയുടെ കാലിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്ന് അറിയാൻ കഴിയുന്നു. അനഘ മുരളി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അനഘ, എന്താണ് വിവരം? രജനി, മലപ്പുറം MSP ഹയർ സെക്കൻഡറി സ്കൂളിൽ വലിയ രീതിയിലുള്ള വിദ്യാർത്ഥി പ്രതിഷേധം നടക്കുകയാണ്. ഏതാണ്ട് 9:45 കൂടി ഇവർക്ക് ക്ലാസ് ആരംഭിക്കുന്നതാണ്. പക്ഷേ ഈ കുട്ടികളെല്ലാം തന്നെ ക്ലാസ്സിൽ കയറാൻ കൂട്ടാക്കാതെ ഇങ്ങനെ സ്കൂൾ ഗ്രൗണ്ടിൽ പ്രതിഷേധം നടക്കുകയാണ്. ഇത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇത്തരത്തിലുള്ള സംഭവം നടക്കുന്നത്. അതായത് ഈ സ്കൂളിലെ അധ്യാപികയായിട്ടുള്ള ബീഗം എന്ന ടീച്ചറുടെ കാർ ഇടിച്ച് സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള മിർഷയ്ക്ക് പരിക്കേൽക്കുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച സംഭവം നടന്നതിന് ശേഷം ഇന്നലെയാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ പ്രതിഷേധങ്ങളായിട്ട് കുട്ടികൾ മുന്നോട്ട് വരുന്നത്. അപ്പോൾ ഈ കുട്ടികളുടെ രക്ഷിതാക്കളുടെ ഭാഗത്തും ചെറിയ തെറ്റുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇങ്ങനെ സംഭവം നടക്കുമ്പോൾ അതിൻ്റെ രക്ഷിതാക്കൾ അതായത് മുന്നിട്ട് ഇറങ്ങിയിട്ടല്ല ഇത് ചെയ്യേണ്ടത്. പിന്നെ ടീച്ചറുടെ ഭാഗത്തു നിന്ന് അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ടുള്ള എന്തൊക്കെയോ നീക്കുപോക്കുകൾ വൈകിയെന്നുള്ള ഒരു ന്യൂസ് കൂടി വരുന്നുണ്ട്. ഇനി നമുക്ക് കുട്ടികൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ഞങ്ങളവിടെ നിന്ന് സംസാരിക്കാനോ പെട്ടെന്ന് അതിന് വന്നുകൊണ്ട് വണ്ടി കൊണ്ടുപോയത്. നമുക്ക് എന്താപ്പോൾ ഒന്ന് കണ്ണടച്ച് തുറക്കുമ്പോൾ മുമ്പ് ഓളോളെ വണ്ടി കൊണ്ടുപോയി. നമുക്ക് പ്രത്യേകിച്ചും ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മളപ്പോൾ ഷോക്കായി നിൽക്കുന്ന സമയമല്ലേ. പിന്നെ എല്ലാവരും പാടി വന്നുകൊണ്ട് ഓളെ എടുത്ത് കൊണ്ടുപോയി അവിടെ ബെഞ്ചുമ്മ കടത്തി. പിന്നെ ആംബുലൻസ് വരാൻ കുറച്ച് നേരം വൈകിയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ സഹകരണ ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയി ആക്കിയപ്പോൾ അവിടെ പറഞ്ഞത് എന്താപ്പോൾ കാലുമക്ക് മതിൽ വീണെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇവർ അത് വലിയ ഇതാക്കിയിട്ടില്ല. പിന്നെ ഇന്ന് പറയാൻ സമ്മതിച്ചിട്ടില്ല. പിന്നെ യൂണിഫോം ഇട്ടുകൊണ്ട് ഹോസ്പിറ്റലിൽ നിൽക്കരുത് പറഞ്ഞാണ്ട് എന്നെ ഹോസ്പിറ്റലിൻ്റെ പുറത്തേ, അതായത് ആ വാർഡിൽ നിൽക്കരുത് പറഞ്ഞാണ്ട് പുറത്ത് നിർത്തിക്കാനും. അതിനുണ്ട് ഇവിടുന്ന് 3 കുട്ടികളെ ഓട്ടോറിക്ഷ പിടിച്ചാണ്ട് വന്നീനും അങ്ങോട്ട്. അപ്പോൾ ഇവർ ഇത് തന്നെയാണ് പറഞ്ഞത്. ഹോസ്പിറ്റലിൽ വെച്ച് നിങ്ങളോട് വണ്ടി ഇടിച്ചതാണെന്ന് പറയരുതെന്ന് പറഞ്ഞല്ലേ? അങ്ങനെയല്ല, പറയാൻ സമ്മതിക്കണില്ല. ഹോസ്പിറ്റലിൽ പോയപ്പോൾ കുട്ടിയോട് പറഞ്ഞത് ഇതാണ്, നിങ്ങൾ കേട്ടില്ലേ? അധ്യാപിക ഒരു മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ മറച്ചു വെക്കുന്നു. കാലിൽ മതിൽ ഇടിഞ്ഞു വീണതാണെന്ന് പറഞ്ഞ് ആണ് അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നത്. മാത്രമല്ല ഈ ടീച്ചർ ബ്രദറാണ് അവിടെ മലപ്പുറം സഹകരണ ഹോസ്പിറ്റലിൽ ഡോക്ടറായിട്ടുള്ളത്. ഈ ടീച്ചർ എന്തിനാണ് വായിക്കുന്നത്? ഈ ടീച്ചർ നമ്മുടെ മാതാപിതാക്കൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിലാണ് കൂടുതൽ ടൈം കുട്ടികൾ സ്കൂളിലാണ് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ മാതാപിതാക്കളെക്കാളും കൂടുതൽ കുട്ടികൾ ടീച്ചറായിട്ടാണ് ഇത് വരുന്നത്. ഇങ്ങനെയുള്ള ടീച്ചർമാരെല്ലാം സ്കൂളിൽ നിന്ന് എപ്പോഴും ഒഴിവാക്കേണ്ട സമയമായെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക.